അമ്മയ്ക്ക് അനന്തകോടി പ്രണാമം. ഇവിടെ സന്നിഹിതരായ ബന്ധുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മാനവേദം ഓഡിറ്റോറിയത്തിൽ ധന്യമായ ഈ മുഹൂർത്തത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചുവർ ചിത്രകല നമ്മുടെ എല്ലാ ആഗ്രഹപ്രകാരം ത്രിശാല ഭഗവതിയുടെ രൂപം കണ്ണ് തുറക്കപ്പെട്ടിരിക്കുകയാണ്. പൗരാണിക കാലം മുതൽക്ക് തന്നെ ചുവർ ചിത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന നമ്മുടെ രാജ്യത്ത് ഹൈന്ദവ രാജാക്കന്മാരെല്ലാം കലാ സാംസ്കാരിക രംഗത്ത് പേരും പ്രശസ്തിയും നേടി ആണ് ആ ഉത്തമമായിട്ടുള്ള അവരുടെ കാലഘട്ടം അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്വാഗത പ്രാസംഗികൻ വിഷയം ഇവിടെ പറഞ്ഞു. ഈ ധ്യാന സങ്കല്പം എന്ന ഒരു സംഘടന രൂപീകൃതമായതും സംഗീത സഭ അതിനെ ഊട്ടി വളർത്തുകയും അങ്ങനെ കാലങ്ങളോളമായി ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സംഘാടകരും കലാകാരന്മാരും ശിഷ്യഗണങ്ങളും പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിൻ്റെ ഒരു സമപര്യാപ്തിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പഴയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലൊക്കെ തന്നെ ചിത്രശാലകൾ ഉണ്ടായിരുന്നു. അവര് രാജഭരണത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് കലയ്ക്കും അതുപോലെ സാംസ്കാരിക രംഗങ്ങൾക്കുമായിരുന്നു. കിളിമാനൂർ കൊട്ടാരത്തില് പൂജാതനായ രാജാ രവിവർമ്മ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു ചിത്രശാല ഉണ്ടാക്കിയതും അദ്ദേഹത്തിന്റെ അമ്മാവനായ രാമവർമ്മൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. നമുക്കും എന്തുകൊണ്ട് അത്തരത്തിലായിക്കൂടാ? പടിഞ്ഞാറേ കോവിലകം ഇവിടെയൊക്കെ കലാ സാംസ്കാരിക രംഗത്ത് ഒരുപാട് വ്യക്തിത്വങ്ങൾ നല്ല നിലയിൽ അവർക്കുണ്ട്. അന്തർലീനമായി കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വേദിയായി ഇത് മാറ്റണം. ഇതിനു വേണ്ടി ധ്യാനസങ്കല്പം ആ ഒരു സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോ എന്താ, എൻ ഓപ്പൺ സ്റ്റുഡിയോ ഫോർ മ്യൂറൽസ്, അങ്ങനെയുള്ള ആ സംഘടന ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ മുന്നോട്ട് വെച്ച കാല് ഒരിക്കലും പിന്നോട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് സ്വാഗതപ്രാസംഗൻ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലം ചുമർ ചിത്രങ്ങളെ കൊണ്ട് നമുക്ക് നിറയ്ക്കണം. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിന് പ്രവർത്തിക്കുന്നവർ ഹിന്ദുക്കൾക്ക് മാത്രമേ കഴിയൂ. കാരണം ഹൈന്ദവ പുരാണങ്ങളെക്കുറിച്ച് ഗാഢമായ അറിവുള്ളവർക്ക് മാത്രമേ അത്തരം ചിത്രങ്ങൾ വരയ്ക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെ ചിത്രകാരന്മാരെയും നമ്മുടെ ഇവിടെയുള്ള കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ സമുദായം, അതായത് പടിഞ്ഞാറ കോവിലകം ചുറ്റുമുള്ള പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും, ഭക്തജനങ്ങളും അവരുടെ കുട്ടികളൊക്കെ അവരിലുള്ള വാസനകളെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ച് ഈ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാൻ അവർ തൽപരരാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ എന്താണോ ഇവർ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്നത് അവിടെ സഹായിച്ച് ഇത് അന്യം നിന്ന് പോകാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഇവിടെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ചിത്രകാരൻ ശശി കറവട, എൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് എടവറാട് എന്നത്, തികച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതിനായിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുക. മറ്റൊരു ജോലിക്കും പോവാതെ ജീവിതം തന്നെ കലയാണ്, കല തന്നെയാണ് ജീവിതം. അങ്ങനെയുള്ള ആ കലാകാരനെ പ്രോത്സാഹിപ്പിക്കുക, ആ കലാകാരൻ്റെ കീഴിലുള്ള നമ്മുടെ കുട്ടികളെ, ശിഷ്യഗണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതിനുവേണ്ട എല്ലാ നടപടികളും നമുക്ക് ചെയ്യാവുന്നത് ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സഹായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞാനും ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു. ഇതൊരിക്കലും നിന്നു പോകരുത്. നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള ആ കാലം മുന്നോട്ട് തന്നെ പോട്ടെ. കലാ സാംസ്കാരിക രംഗത്ത് പടിഞ്ഞാറേ കോവിലക ഒരു നല്ല നിലയിൽ ഇതൊരു പക്ഷേ നമുക്ക് നിമിത്തമായിരിക്കും. വേറെ എവിടെയും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. ഒരു ക്ഷേത്ര സന്നിധിയിൽ മാത്രമേ ഇത് വരയ്ക്കാൻ പറ്റൂ. അതിന് പറ്റിയ ജനങ്ങളും ഇവിടെ ഉണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയവരുണ്ട്, ഭക്തജനങ്ങളും ഇവിടെ ഉണ്ട്. സാമ്പത്തികമായിട്ട് ധനം
ഏർപ്പാടാക്കാനും തരാനും ഇവിടെ ഉള്ളവർ സന്നദ്ധരായിരിക്കുമെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്ന് ഈ ഒരു ധന്യമുഹൂർത്തം, ഇത്ര മഹനീയമായ ഒരു ചടങ്ങ് രൂപം കൊടുത്ത് ഈ ധന്യമുഹൂർത്തത്തിൽ അമ്മയുടെ ആ കണ്ണ് പടിഞ്ഞാറോട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്, നട അടച്ചാലും നമുക്ക് അമ്മയുടെ കണ്ണ് തുറന്ന് ആ രൂപം കാണാനും പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയും. വളരെ നല്ല ഒരു മഹനീയ വേദിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടും ഇതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകരെയും അതുപോലെ ഇതിന് പ്രവർത്തിക്കുന്ന ആ ചിത്രകാരനെയും ശിഷ്യഗണങ്ങളെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം, അതായത് ഈ ചുവർ ചിത്രങ്ങൾ ഒരിക്കലും അന്യമാകാത്ത നിലയിൽ തുടർന്നു കൊണ്ടുപോകാനുള്ള ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധന്യമുഹൂർത്തത്തിനുള്ള എല്ലാ നല്ല ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അമ്മയ്ക്ക് അനന്തകോടി പ്രണാമം. ഇവിടെ സന്നിഹിതരായ ബന്ധുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മാനവേദം ഓഡിറ്റോറിയത്തിൽ ധന്യമായ ഈ മുഹൂർത്തത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചുവർ ചിത്രകല നമ്മുടെ എല്ലാ ആഗ്രഹപ്രകാരം ത്രിശാല ഭഗവതിയുടെ രൂപം കണ്ണ് തുറക്കപ്പെട്ടിരിക്കുകയാണ്. പൗരാണിക കാലം മുതൽക്ക് തന്നെ ചുവർ ചിത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന നമ്മുടെ രാജ്യത്ത് ഹൈന്ദവ രാജാക്കന്മാരെല്ലാം കലാ സാംസ്കാരിക രംഗത്ത് പേരും പ്രശസ്തിയും നേടി ആണ് ആ ഉത്തമമായിട്ടുള്ള അവരുടെ കാലഘട്ടം അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്വാഗത പ്രാസംഗികൻ വിഷയൻ ഇവിടെ പറഞ്ഞു, ഈ ധ്യാന സങ്കല്പം എന്ന ഒരു സംഘടന രൂപീകൃതമായതും സംഗീത സഭ അതിനെ ഊട്ടി വളർത്തുകയും അങ്ങനെ കാലങ്ങളോളമായി ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സംഘാടകരും കലാകാരന്മാരും ശിഷ്യഗണങ്ങളും പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിൻ്റെ ഒരു സമപര്യാപ്തിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പഴയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലൊക്കെ തന്നെ ചിത്രശാലകൾ ഉണ്ടായിരുന്നു. അവര് രാജഭരണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് കലയ്ക്കും അതുപോലെ സാംസ്കാരിക രംഗങ്ങൾക്കുമായിരുന്നു. കിളിമാനൂർ കൊട്ടാരത്തില് പൂജാതനായ രാജാ രവിവർമ്മ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു ചിത്രശാല ഉണ്ടാക്കിയതും അദ്ദേഹത്തിന്റെ അമ്മാവനായ രാമവർമ്മൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. നമുക്കും എന്തുകൊണ്ട് അത്തരത്തിലായിക്കൂടാ? പടിഞ്ഞാറെ കോവിലകം ഇവിടെ അതെ കലാ സാംസ്കാരിക രംഗത്ത് ഒരുപാട് വ്യക്തിത്വങ്ങൾ നല്ല നിലയിൽ അവർക്കുണ്ട്. അന്തർലീനമായി കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വേദിയായി ഇത് മാറ്റണം. ഇതിനു വേണ്ടി ധ്യാനസങ്കല്പം ആ ഒരു സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോ എന്താ, എൻ ഓപ്പൺ സ്റ്റുഡിയോ ഫോർ മ്യൂറൽസ്, അങ്ങനെയുള്ള ആ സംഘടന ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ മുന്നോട്ട് വെച്ച കാല് ഒരിക്കലും പിന്നോട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് സ്വാഗതപ്രാസംഗൻ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലം ചുമർ ചിത്രങ്ങളെ കൊണ്ട് നമുക്ക് നിറയ്ക്കണം. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിന് പ്രവർത്തിക്കുന്നവർ ഹിന്ദുക്കൾക്ക് മാത്രമേ കഴിയൂ. കാരണം ഹൈന്ദവ പുരാണങ്ങളെക്കുറിച്ച് ഗാഢമായ അറിവുള്ളവർക്ക് മാത്രമേ അത്തരം ചിത്രങ്ങൾ വരയ്ക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെ ചിത്രകാരന്മാരെയും നമ്മുടെ ഇവിടെയുള്ള കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ സമുദായം, അതായത് പടിഞ്ഞാറ കോവിലകം ചുറ്റുമുള്ള പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും, ഭക്തജനങ്ങളും അവരുടെ കുട്ടികളൊക്കെ അവരിലുള്ള വാസനകളെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ച് ഈ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാൻ അവർ തൽപരരാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല ഇവിടെ എന്താണോ ഇവർ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്നത് അവിടെ സഹായിച്ച് ഇത് അന്യം നിന്നു പോകാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഇവിടെ ഇതിന്
പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ചിത്രകാരൻ ശശി എറവട, എൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് എടവറാട് എന്നത്, തികച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതിനായിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുക. മറ്റൊരു ജോലിക്കും പോവാതെ ജീവിതം തന്നെ കലയാണ്, കല തന്നെയാണ് ജീവിതം. അങ്ങനെയുള്ള ആ കലാകാരനെ പ്രോത്സാഹിപ്പിക്കുക, ആ കലാകാരൻ്റെ കീഴിലുള്ള നമ്മുടെ കുട്ടികളെ, ശിഷ്യഗണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതിനുവേണ്ട എല്ലാ നടപടികളും നമുക്ക് ചെയ്യാവുന്നത് ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സഹായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞാനും ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു. ഇതൊരിക്കലും നിന്നു പോകരുത്. നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള ആ കാലം മുന്നോട്ട് തന്നെ പോട്ടെ. കലാ സാംസ്കാരിക രംഗത്ത് പടിഞ്ഞാറേ കോവിലകം ഒരു നല്ല നിലയിൽ ഇതൊരു പക്ഷേ നമുക്ക് നിമിത്തമായിരിക്കും. വേറെ എവിടെയും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. ഒരു ക്ഷേത്ര സന്നിധിയിൽ മാത്രമേ ഇത് വരയ്ക്കാൻ പറ്റൂ. അതിന് പറ്റിയ ജനങ്ങളും ഇവിടെ ഉണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയവരുണ്ട്, ഭക്തജനങ്ങൾ ഇവിടെ ഉണ്ട്. സാമ്പത്തികമായിട്ട് ധനം ഏർപ്പാടാക്കാനും തരാനും ഇവിടെ ഉള്ളവർ സന്നദ്ധരായിരിക്കുമെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്ന് ഈ ഒരു ധന്യമുഹൂർത്തം, ഇത്ര മഹനീയമായ ഒരു ചടങ്ങ് രൂപം കൊടുത്ത് ഈ ധന്യമുഹൂർത്തത്തിൽ അമ്മയുടെ ആ കണ്ണ് പടിഞ്ഞാറോട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്, നട അടച്ചാലും നമുക്ക് അമ്മയുടെ കണ്ണ് തുറന്ന് ആ രൂപം കാണാനും പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയും. വളരെ നല്ല ഒരു മഹനീയ വേദിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടും ഇതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകരെയും അതുപോലെ ഇതിന് പ്രവർത്തിക്കുന്ന ആ ചിത്രകാരനെയും ശിഷ്യഗണങ്ങളെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം, അതായത് ഈ ചുവർ ചിത്രങ്ങൾ ഒരിക്കലും അന്യമാകാത്ത നിലയിൽ തുടർന്നു കൊണ്ടുപോകാനുള്ള ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധന്യമുഹൂർത്തത്തിനുള്ള എല്ലാ നല്ല ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.